ഇത് പാലക്കാട് റെയിൽവേ സ്റ്റേഷന് കിഴക്കു ഭാഗത്തായിട്ടുള്ള സഹ്യാദ്രിയുടെ ഭാഗമായ മലകളാണ്. ഈ മലമടിയിലാണ് എൻ്റെ ഗ്രാമം കല്ലേക്കുളങ്ങര. ഈ സഹ്യാദ്രി പർവ്വതം ഇവിടെ പാലക്കാട് കഴിഞ്ഞ് വാളയാർ എത്തുമ്പോൾ മണ്ണിനടിയിലൂടെ പോകുന്നതാണ്. നമ്മൾ ട്രെയിൻ പോകുന്നതിനും മറ്റുമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പാതയിൽ ആനത്താരയുണ്ട്. അവർ ഈ മലനിരകളെ ഇവിടെ നിന്ന് മണ്ണിനടിയിലൂടെ പോകുമ്പോൾ അതേ മലയുടെ മുകളിലൂടെ കടന്ന് കൊല്ലങ്കോട് നെന്മാറ ആ ഭാഗത്ത് വീണ്ടും സഹ്യാദ്രി ഭൂമിക്ക് മുകളിലേക്ക് വരുന്ന ഭാഗം വരെ നടന്നു പോകും. ആ ഭാഗത്ത് നമ്മൾ റെയിൽപാത നിർമ്മിച്ചതിലാണ് ഈ ആനകൾ മിക്കവാറും ട്രെയിനുകളിടിച്ച് ചരിയുന്നതും മറ്റും. ഈ കാണുന്ന രണ്ട് പർവ്വതാഗ്രങ്ങൾ, ഇതിനെ ചേർത്ത് പറയുന്നത് ഇവിടങ്ങളിൽ പറയുന്നത് അടുപ്പ് കൂട്ടിമല എന്ന് വെച്ചാൽ അടുപ്പിൻ്റെ 3 കല്ലുകൾ വെക്കുന്ന പോലെ. ഒരു കല്ല് അപ്പുറമുണ്ട്, അത് ശ്രദ്ധിച്ചാൽ ഒരു ഭാഗത്ത് കാണാം. ഈ മലനിര ഇങ്ങനെ നീളുന്നു. ഇത് നീണ്ട് ഈ ഭാഗത്തെത്തുമ്പോൾ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയവർക്കറിയാം ഭഗവതിയുടെ ഒരു രൂപം കല്ലിലെങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിന് ഭഗവതി മല എന്നും പറയും. ഇതിനിടയിൽ ഉള്ള ഒരു പ്രദേശത്താണ് പണ്ടൊരിക്കൽ ഒരു വിദ്വാൻ കയറി മേലെ നിന്ന് ഇറങ്ങവെ വീണ് ഒരുപാട് പണം നമ്മൾ ചിലവാക്കി അയാളെ രക്ഷപ്പെടുത്തിയത്. ഇതാണ് ഭഗവതി മല. ഇത് പാലക്കാടിൻ്റെ ഒരു ഐക്കോൺ പോലെയാണ് നിൽക്കാറ്. റെയിൽവേ സ്റ്റേഷന് അപ്രോച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും വാളയാർ വിട്ട് കഞ്ചിക്കോട് കഴിയുമ്പോൾ സ്റ്റേഷനോട് അടുക്കുമ്പോൾ കാണാനാകുന്ന ഭാഗമാണ്. ഈ മലനിരകൾ അങ്ങനെ തുടരുന്നു. ഇത് മുന്നിലെ മലയാണെങ്കിൽ ഇതിന് പിന്നിലൊരു മലയുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു മുനമ്പ്. ഇതങ്ങനെ കടന്ന് മുണ്ടൂർ, മണ്ണാർക്കാട്, അട്ടപ്പാടി ആ വഴി കടന്ന് അങ്ങോട്ട് ഗുജറാത്തിനും മഹാരാഷ്ട്രയ്ക്കും ഇടയ്ക്കുള്ള പാൽഘർ എന്ന സ്ഥലം വരെ ചെന്നെത്തുന്നു.